കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം 100 ഇനം മരുന്നുകൾ ആശുപത്രിയിൽ എത്തിച്ചു. അതേസമയം മരുന്ന് വിതരണക്കാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയുടെ കാര്യത്തിൽ തീരുമാനം ആയില്ല. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വിവരങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം 100 ഇനം മരുന്നുകൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അതേസമയം മരുന്ന് വിതരണക്കാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഏറെ നാളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം തുടങ്ങിയിട്ട് 80 കോടിയോളം രൂപയാണ് സർക്കാർ മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ളത്. കുടിശ്ശിക തുക പൂർണ്ണമായും ലഭിച്ചതിന് ശേഷമേ മരുന്ന് വിതരണം പുനരാരംഭിക്കുകയുള്ളൂ എന്ന് മരുന്ന് വിതരണക്കാർ അറിയിച്ചിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള മരുന്ന് ക്ഷാമമാണ് മെഡിക്കൽ കോളേജിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിലവിൽ 100 ഇനം മരുന്നുകൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് KMCL. താൽക്കാലിക പരിഹാരമാണ് ആയിരിക്കുന്നത്. അനഘ ചേരുന്നു. അനഘ, വിവരങ്ങൾ. മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം നീണ്ട 14 ദിവസത്തേക്ക് കടന്നിരിക്കുമ്പോഴാണ് താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന രീതിയിൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ 100 ഇനം മരുന്നുകൾ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് വെറും താൽക്കാലിക പരിഹാരം മാത്രമാണ്. ഇപ്പോഴും ആശുപത്രിയിൽ മരുന്ന് വിതരണം ചെയ്തതിന്റെ പേരിൽ 80 കോടി രൂപ കുടിശ്ശികയാണ് ആശുപത്രി ഇത്തരത്തിൽ മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ളത്. അവരുമായൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ പോലും ആ ചർച്ച പൂർണ്ണ പരാജയമായിരുന്നു. ഈ മരുന്ന് വിതരണക്കാർക്ക് കൊടുക്കാനുള്ള 80 കോടിയുടെ ഒരു 30% മാത്രം ഇപ്പോൾ നൽകാമെന്നായിരുന്നു ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വെച്ച നിലപാട്. എന്നാൽ അതിൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും കൃത്യമായി തങ്ങൾക്ക് തരാനുള്ള 80 കോടിയും തന്നു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായി മരുന്ന് വിതരണം പുനരാരംഭിക്കൂ എന്നായിരുന്നു മരുന്ന് വിതരണക്കാരൊക്കെ തന്നെ നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ച പരാജയമായിരിക്കുന്നത്. ഇതോടെ ഈ ദിവസങ്ങൾ പിന്നിടും തോറും ആശുപത്രിയിലെ അവശ്യ മരുന്നുകളൊക്കെ തന്നെ തീരുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. മരുന്ന് വാങ്ങാനെത്തുന്ന മാരക രോഗമായ ക്യാൻസർ അടക്കമുള്ള രോഗത്തിന് ചികിത്സയിൽ തുടരുന്നവരൊക്കെ തന്നെ വലിയ വില കൊടുത്ത് ആശുപത്രിക്ക് പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നു. ആശുപത്രിയിലെ ന്യായവില സ്റ്റോറിൽ ഷുഗറിനുള്ള മരുന്ന് പോലും ലഭിക്കാത്തൊരവസ്ഥയിലേക്കൊക്കെ തന്നെ എത്തിയിരുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ മാത്രമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഇടപെടൽ പോലും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അപ്പോഴും പൂർണ്ണമായിട്ടൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല. ദിവസേന ഇത്രയധികം 3000-ലധികം രോഗികൾ വരുന്ന ആശുപത്രിയെ സംബന്ധിച്ച് വെറും 100 ഇനം മരുന്നുകൾ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും സാധിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് തന്നെയാണ് ആശുപത്രിയിൽ എത്തുന്ന രോഗികളൊക്കെ തന്നെ പറയുന്നത്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.